ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടി സി എസിലെ ബൈബാക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടി സി എസിൽ ബൈബാക്ക് ന്യൂസ് വന്നതിന് ശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസിൽ 7% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അവസരത്തിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമോ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ത് കാര്യങ്ങൾ ചെയ്യണം, അതോടൊപ്പം തന്നെ ബൈബാക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി ഈ ആഴ്ചയിൽ വെൽത്തി ലൈഫിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രധാന വീഡിയോകൾ നോക്കുകയാണെങ്കിൽ, മൊറട്ടോറിയം ഇൻട്രസ്റ്റ് വേവിയർ കേസ് അല്ലെങ്കിൽ മൊറട്ടോറിയം കാലത്തെ പിഴ പലിശയെ സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചിരുന്നു. ആ അഫിഡവിറ്റിൽ ബാങ്കുകൾക്ക് അനുകൂലമായ നിലപാടാണ് ഗവൺമെൻറ് എടുത്തത്. എന്നാൽ സുപ്രീം കോടതി ഈ കേസ് ഒക്ടോബർ 13 മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഈ അവസരത്തിൽ ഇനിയും ബാങ്കുകൾക്ക് അനുകൂലമായ ഒരു അഫിഡവിറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഫയൽ ചെയ്താൽ നമ്മൾ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകൾക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ PSU സ്റ്റോക്കുകളെല്ലാം നല്ല ബെസ്റ്റ് ബൈയിങ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെ ഒരു ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി വഴി PSU സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി, അതിൻ്റെ ഗോൾഡൻ റൂൾസ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. കൂടാതെ GMM ഫോൾഡറിൻ്റെ ആൾട്ടർനേറ്റീവ് കമ്പനി അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് കമ്പനിയായ ഒരു സ്മാൾ ക്യാപ് സ്റ്റോക്കായ HLE ഗ്ലാസ്കോട്ടിൻ്റെ അനാലിസിസും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാം ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ പ്ലേലിസ്റ്റിലും അവൈലബിൾ ആണ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ TCSൽ 7% ഹൈക്ക് ഉണ്ടാക്കിയതിൻ്റെ പിന്നിലെ റീസൺ നമ്മൾക്കെല്ലാവർക്കും അറിയാം. സ്റ്റോക്കിൽ ബൈബാക്ക് വരുന്നു എന്ന ന്യൂസ് ആണ് സ്റ്റോക്കിൽ 7% ഹൈക്ക് ഉണ്ടാക്കിയത്. ഇനി ബൈബാക്ക് എന്താണെന്ന് പരിശോധിക്കാം. ബൈബാക്ക് എന്ന് പറഞ്ഞാൽ OFS അല്ലെങ്കിൽ IPO, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ബൈബാക്ക്. അതായത് OFSലും IPOയിലും ഒരു കമ്പനി അതിൻ്റെ ഷെയറുകൾ മാർക്കറ്റിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാർക്കറ്റിൽ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയറുകൾ ഒരു കമ്പനി അത് തിരിച്ചു വാങ്ങുന്നതിനെയാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം OFSും ബൈബാക്കും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, OFSൽ ഒരു കമ്പനി അതിൻ്റെ OFS ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇടിയുന്നതായിട്ടാണ് കാണുന്നത്. ഉദാഹരണം, GMM ഫോൾഡറിൻ്റെ OFSൽ നമ്മൾ നോക്കിയതാണ്. കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 5000 ലെവലിലായിരുന്നു. പക്ഷേ OFSലെ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത് 3500 ലെവലായിരുന്നു. അതായത് മാർക്കറ്റിൽ OFS വരുമ്പോഴത്തേക്കും കമ്പനി അതിൻ്റെ ലോവർ പ്രൈസിലാണ് OFS സെറ്റ് ചെയ്യുന്നത്. ഇനി ബൈബാക്ക് നോക്കുകയാണെങ്കിൽ, ബൈബാക്ക് എപ്പോഴും നമ്മൾക്ക് ഹയർ പ്രൈസിലായിരിക്കും കാണാൻ കഴിയുന്നത്. അതായത് മാർക്കറ്റിലെ കറണ്ട് പ്രൈസിനേക്കാളും ഹയർ പ്രൈസിലായിരിക്കും കമ്പനിയുടെ ബൈബാക്ക് വരുന്നത്. അത് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൻട്രാഡേ സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. അവർക്ക് ആ ന്യൂസിൽ നിന്നും നല്ലൊരു നേട്ടം കൊയ്യാൻ കഴിയും. ഞാൻ TCSൻ്റെ ബൈബാക്കിനെ കുറിച്ചുള്ള ന്യൂസ് ആൾറെഡി എൻ്റെ ടെലിഗ്രാം ചാനൽ വഴി ഷെയർ ചെയ്തിരുന്നു. സ്വിംഗ് ട്രേഡേഴ്സിനും അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡേഴ്സിനും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. TCSനെ സംബന്ധിച്ചിടത്തോളം ബൈബാക്ക് ഒരു പുതിയ സംഭവമല്ല. കാരണം 2 വർഷത്തിന് മുൻപും സ്റ്റോക്കിൽ ബൈബാക്ക് വന്നിരുന്നു. ഏകദേശം 2018 സെപ്റ്റംബർ മാസത്തിലായിരുന്നു അന്ന് സ്റ്റോക്കിൽ ബൈബാക്ക് വന്നത്. അന്ന് സ്റ്റോക്കിൽ ബൈബാക്ക് വന്നപ്പോൾ ടോട്ടൽ ഇഷ്യൂഡ് ഇക്വിറ്റി ഷെയറിൻ്റെ 2% ഷെയറുകളാണ് കമ്പനി ബൈബാക്ക് വഴി തിരിച്ച് പർച്ചേസ് ചെയ്തത്. ഏകദേശം 16,000 കോടി രൂപയുടെ ബൈബാക്ക് ആയിരുന്നു അന്ന് TCSൽ നടന്നത്. ഇനി TCSൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ബൈബാക്ക് വരുമ്പോൾ ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് എങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ഡേറ്റ നമ്മൾക്ക് മനസ്സിലാക്കാം. കാരണം ട്രേഡേഴ്സിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് എങ്ങനെ ഒരു കമ്പനിയിൽ ബൈബാക്ക് വരുമ്പോൾ അതിൻ്റെ ഷെയർ പ്രൈസിൽ വേരിയേഷൻ അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമെന്നത്. അതിനുവേണ്ടി നമ്മൾക്ക് TCSൻ്റെ 2018 ബൈബാക്ക് ഡേറ്റ പരിശോധിക്കാം. ഏകദേശം ജൂൺ 12 ആയിരുന്നു കമ്പനിയുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടായത്. അതായത്
കമ്പനി അതിൻ്റെ ഷെയർ ബൈബാക്ക് ചെയ്യുന്നു എന്നുള്ളത്. 16,000 കോടി രൂപയുടെ ബൈബാക്ക് പ്രകാരം 2,100 രൂപയായിരുന്നു അന്ന് ബൈബാക്ക് പ്രൈസ് സെറ്റ് ചെയ്തിരുന്നത്. ഇനി ജൂൺ 12-ാം തീയതി അല്ലെങ്കിൽ ജൂൺ 10-ാം തീയതിക്ക് അനുബന്ധിച്ച് സ്റ്റോക്കിൻ്റെ അന്നത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പ്രൈസ് 1,700 രൂപയായിരുന്നു. ബൈബാക്ക് ന്യൂസ് വന്നതിന് ശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ചാർട്ട് പാറ്റേൺ, വൺ ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് ജൂൺ മുതൽ നവംബർ വരെയുള്ള, ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിലെ വൺ ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ജൂൺ 10-ാം തീയതിക്ക് ശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസ് നല്ലൊരു ഹൈക്ക് ഉണ്ടാവുകയാണ് ചെയ്തത്. ഏകദേശം 1,700 രൂപ റേഞ്ചിലുള്ള സ്റ്റോക്ക് 2,200 രൂപ, അതായത് ബൈബാക്ക് പ്രൈസിൻ്റെ മുകളിൽ 2,100 രൂപ ബൈബാക്ക് ആയിരുന്നു. അതിനുശേഷം 2,200 എന്ന ലെവൽ വരെ അപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ വലിയ തുകയായിരിക്കും ബൈബാക്കിൽ കമ്പനി പ്രഖ്യാപിക്കുക എന്നുള്ളത്. അതുകൊണ്ട് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ, ആൾറെഡി നമ്മൾക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി മാർക്കറ്റാണ്. സെക്കൻഡറി മാർക്കറ്റ് ആർ ആൾവേസ് റണ്ണിങ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്പെക്റ്റേഷൻസ്. അതുപോലെ സ്റ്റോക്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ, നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുകയും സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹൈക്കായി 2,200 എന്ന ലെവലിൽ എത്തുകയും ചെയ്തു. അതിനുശേഷം ബൈബാക്കിൻ്റെ ഡേറ്റ ആയിട്ട് കമ്പനി സെറ്റ് ചെയ്തിരുന്നത് 6 സെപ്റ്റംബർ മുതൽ 21 സെപ്റ്റംബർ 2020 വരെയാണ്. 6 സെപ്റ്റംബർ മുതൽ 21 സെപ്റ്റംബർ 2020 വരെ നോക്കുകയാണെങ്കിൽ 2,100 റേഞ്ചിൽ നിന്നും കമ്പനി സെപ്റ്റംബർ മാസത്തിൽ 2,200 റേഞ്ചിലേക്ക് എത്തുകയും ബൈബാക്ക് സെയിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം സ്റ്റോക്കിൽ ഒരു കൂൾ ഓഫ് സംഭവിച്ച് സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 1,800 റേഞ്ചിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതായത് നോർമലി ഒരു ബൈബാക്കിൽ ഇതാണ് സംഭവിക്കുക. ബൈബാക്ക് പീരീഡിനോടനുബന്ധിച്ച് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഗ്രാജുവലി ഇൻക്രീസ് ആവുകയും ബൈബാക്ക് ആയതിനു ശേഷം സ്റ്റോക്കിൽ ഒരു കൂൾ ഓഫ് സംഭവിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ട്രേഡേഴ്സും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സും അവരുടെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യേണ്ടതാണ്. TCSലെ ബൈബാക്ക് ന്യൂസ് പുറത്തു വന്നതിന് ശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നല്ലൊരു ഹൈക്കാണ് ഉണ്ടായത്. അതിന് അക്കോർഡിംഗ് ആയിട്ട് സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും വർദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അതായത് സ്റ്റോക്ക് അതിൻ്റെ 10 ലക്ഷം കോടി എന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുവഴി സ്റ്റോക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയായി മാറിക്കഴിഞ്ഞു. ഒന്നാമത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനി റിലയൻസ് ആണ്. ഏകദേശം 15 ലക്ഷം കോടി രൂപയാണ് റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതിനുശേഷം TCS 10 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് TCSനുള്ളത്. ഇനി സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ആൾറെഡി വാല്യൂഡ് ആണ്. അതായത് ഓവർ വാല്യൂഡ് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല, കാരണം പ്രീമിയം വാല്യൂഡ് സ്റ്റോക്കാണ്. ഇൻഡസ്ട്രിയുടെ വാല്യൂവേഷൻ 27ഉം സ്റ്റോക്കിൻ്റെ വാല്യൂവേഷൻ 33%. കൂടാതെ COVID-19 ലോക്ക്ഡൗൺ പീരീഡിന് ശേഷം നമ്മൾക്കറിയാം IT കമ്പനി, ഫാർമ കമ്പനി, കെമിക്കൽ സെക്ടർ, ഈ 3 സെക്ടറിലും നല്ലൊരു ബൂമാണ് കാണാൻ സാധിച്ചത്. കാരണം ഈ കമ്പനികൾക്ക് ലോക്ക്ഡൗൺ എഫക്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പെർഫോമൻസ് വളരെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് ഈ കമ്പനികൾ കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസിലും നല്ലൊരു ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ 2.88% ഡിവിഡൻഡ് ഈൽഡ്. ഡിവിഡൻഡ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 7,800 ആണ് ഡിവിഡൻഡ് പെർസെൻറ്റേജ്. ഡിവിഡൻഡ് ഈൽഡിനെ കുറിച്ചും ഡിവിഡൻഡ് പെർസെൻറ്റേജിനെ കുറിച്ചുമുള്ള കൺസെപ്റ്റ് ഇതുവരെയും ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഡിവിഡൻഡ് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിവിഡൻഡിനെ കുറിച്ചുള്ള ബേസിക് ഫാക്റ്റുകളെ കുറിച്ചും ഞാൻ ബേസിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 19% ഡെലിവറിയാണ് സ്റ്റോക്കിൽ നടന്നത്. സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ 1 രൂപയാണ്. ഇനി സ്റ്റോക്കിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ലോങ് ടൈമിൽ 122% റിട്ടേൺ ആണ് തന്നത്. അതായത് ആൾറെഡി വെൽ ഗ്രോത്ത്ഡ് ആയിട്ടുള്ള ഒരു ലാർജ് ക്യാപ് കമ്പനി ആയിട്ട് കൂടിയും സ്റ്റോക്ക് ലോങ് ഇയറിൽ 122% റിട്ടേൺ തരുന്നു. കൂടാതെ സ്റ്റോക്കിൻ്റെ 1 മന്തിലെ റിട്ടേൺ 18%, സെക്ടർ 16% റിട്ടേണും സെൻസെക്സ് 1.61% ഹൈക്കുമാണ് തന്നത്. 3 ഇയറിലെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ സെക്ടർ 91% റിട്ടേണും സെൻസെക്സ് 23% ഗെയിനും തന്നപ്പോൾ സ്റ്റോക്ക് 122% റിട്ടേൺ ആണ് തന്നത്. അതായത് TCSനെ കുറിച്ച് മറ്റൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. കാരണം ഇന്ത്യൻ IT സെക്ടറിലെ ഏറ്റവും വലിയ ലാർജ് ക്യാപ്പ് ഉള്ളതും അതുപോലെ തന്നെ എംപ്ലോയീസ് വൈസ് നോക്കുകയാണെങ്കിലും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും ഉള്ള ഏറ്റവും വലിയ കമ്പനിയാണ് TCS. കൂടാതെ ടാറ്റ ബ്രാൻഡിൻ്റെ തന്നെ വൺ ഓഫ് ദ
ടോപ്പ് ഏണിംഗ് മോസ്റ്റ് കമ്പനിയാണ് TCS. അതുപോലെ തന്നെ വെൽ പ്രസൻസും അതുപോലെ തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡുമായിട്ടുള്ള ഒരു കമ്പനിയാണ് TCS. TCSന്റെ വീക്കിലി ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാൽ മനസ്സിലാകും 2019 മുതൽ 2020 വരെയുള്ള കാലയളവിൽ സ്റ്റോക്ക് ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആയിരുന്നു നടത്തിയിരുന്നത്. അതായത് 2300 സ്റ്റോക്കിന്റെ റെസിസ്റ്റൻസും 2100 സ്റ്റോക്കിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ 2000 സ്റ്റോക്കിന്റെ സപ്പോർട്ട് സോണുമായിട്ടായിരുന്നു നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതിനുശേഷം മാർച്ചിലെ ലോക്ക്ഡൗൺ പീരീഡിൽ സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ ഉണ്ടായെങ്കിലും സ്റ്റോക്ക് അതിൻ്റെ 1500 റേഞ്ചിൽ എത്തുകയും അവിടെ നിന്നും സ്റ്റോക്ക് ബൗൺസ് ബാക്ക് ആവുകയുമായ ടെൻഡൻസിയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതായത് സ്റ്റോക്കിൽ ഒരു ഫാസ്റ്റ് അല്ലെങ്കിൽ വി ഷേപ്പ് റിക്കവറിയാണ് നമ്മൾക്ക് കാണാൻ കഴിയുക. വി ഷേപ്പ് റിക്കവറിക്ക് ശേഷം സ്റ്റോക്ക് അതിൻ്റെ 2300 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് ഇപ്പോൾ 2700 റേഞ്ചിലേക്ക് ഹൈക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അത്ര ഒരു വൈസ് ഡിസിഷനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം 2300 റേഞ്ച് ആയിരിക്കും സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് സോണായിട്ട് ഞാൻ കാണുന്നത് ഫോർ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്. സ്വിംഗ് ട്രേഡേഴ്സിനും അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡേഴ്സിനും അവരുടെ അക്കോർഡിംഗ്ലി അവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് വർക്കൗട്ട് പ്ലാൻ തയ്യാറാക്കാവുന്നതാണ്. ഇനി സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് എവിടം വരെ പോകുവാൻ പോസിബിലിറ്റി ഉണ്ട് എന്ന് ചോദിച്ചാൽ അപ്രോക്സിമേറ്റ്ലി 3000 റേഞ്ചാണ് എനിക്ക് ഈ അനാലിസിസിൽ വഴി കാണാൻ സാധിക്കുന്നത്. അത്രയും റേഞ്ച് വരെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹൈക്ക് ആവാനും പോസിബിലിറ്റി ഉണ്ട്. TCSന്റെ ബൈബാക്കിനെ സംബന്ധിച്ചുള്ള ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബോർഡ് അപ്രൂവൽ തീരുമാനമെടുക്കുന്നത് 7th ഒക്ടോബർ 2020 ആണ്. 7th ഒക്ടോബർ 2020 നമ്മൾക്ക് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടും കാണാൻ സാധിക്കും. അന്നത്തെ ദിവസത്തെ തീരുമാനത്തിൽ നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ ബൈബാക്ക് ഡേറ്റ്, അതോടൊപ്പം തന്നെ ബൈബാക്ക് പ്രൈസ്, അതോടൊപ്പം തന്നെ എത്ര പെർസെൻറ്റേജ് ഷെയറുകളാണ് അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ ഷെയറുകളാണ് കമ്പനി ബൈബാക്ക് ചെയ്യുന്നത് എന്നീ ഡേറ്റകളെല്ലാം അറിയാൻ കഴിയും. അതിനുശേഷം മാത്രമേ നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ എക്സാക്റ്റ് സപ്പോർട്ടും അതുപോലെ തന്നെ ടാർഗറ്റ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ടൈംലി ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ്. TCSന്റെ ബൈബാക്കിനെ സംബന്ധിച്ചുള്ള ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബോർഡ് അപ്രൂവൽ തീരുമാനമെടുക്കുന്നത് 7th ഒക്ടോബർ 2020 ആണ്. 7th ഒക്ടോബർ 2020 നമ്മൾക്ക് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടും കാണാൻ സാധിക്കും. അന്നത്തെ ദിവസത്തെ തീരുമാനത്തിൽ നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ ബൈബാക്ക് ഡേറ്റ്, അതോടൊപ്പം തന്നെ ബൈബാക്ക് പ്രൈസ്, അതോടൊപ്പം തന്നെ എത്ര പെർസെൻറ്റേജ് ഷെയറുകളാണ് അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ ഷെയറുകളാണ് കമ്പനി ബൈബാക്ക് ചെയ്യുന്നത് എന്നീ ഡേറ്റകളെല്ലാം അറിയാൻ കഴിയും. അതിനുശേഷം മാത്രമേ നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ എക്സാക്റ്റ് സപ്പോർട്ടും അതുപോലെ തന്നെ ടാർഗറ്റ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ടൈംലി ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.